ചേർന്ന് ആത്മശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇപ്പോൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഈ കുടുംബത്തോടുള്ള നമ്മുടെ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്നതായി പ്രാർത്ഥനയിൽ പരമാവധി വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരും പങ്കെടുത്ത് ചേർന്നുകൊണ്ട് പ്രാർത്ഥനയിൽ സജീവമായി പങ്കെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് നമ്മുടെ പാപമോചനത്തിനായി ഈ പരിനീതിനെ ആസ്വദിക്കണമേ. ഈ ജലത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ സംഗതികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കും. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃപ്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യരുടെ അമ്പൽക്കൊടിക്ക് തുല്യമാകുന്നു. പരിശോധന ഏൽപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. തുല്യമാകുന്നു. സ്നേഹിക്കുന്നവരുടെ മേൽ നിർമ്മലമായിരിക്കും. മണ്ണിൽ നാത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനവഴിഞ്ഞ വീട്ടിലുമായ കർത്താവെ, എന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൊടുക്കുന്നു. അതാർക്കു വേണ്ടിയാണെന്ന് അവനറിയുന്നില്ല. പിതാവും പുത്രനും
എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചത് മുമ്പ് കിടക്കുകയില്ല എന്ന നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരുടെ കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം ഇന്നും കർത്താവിനോട് കൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും ബഹുമാനപ്പെട്ട വൈദികരെ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോട് കൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കന്മാരെ, ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ദീർഘനാൾ ഈ ഭൂമിയിൽ ജീവിച്ച് ചേട്ടൻ ഇപ്പോൾ ഓർമ്മയായി തീർന്നിരിക്കുകയാണ്. ശാരീരികമായി നമ്മിൽ നിന്നും വേർപിരിയുമ്പോഴും ആത്മീയമായി നമ്മുടെ ഒപ്പമുള്ള ചേട്ടന്റെ ശാരീരിക വിയോഗത്തിൽ അനുശോചനമറിയിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ കുടുംബത്തോടുള്ള അനുശോചനം അറിയിക്കുകയാണ്. മരണം ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഏറ്റവും അനിശ്ചിതമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം. എന്ന് അത് സംഭവിക്കും എന്നറിഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും അതിന് ഒരുങ്ങിയിരിക്കുമായിരുന്നു. എന്നാൽ അതെന്ന് സംഭവിക്കുമെന്ന് അറിയില്ലാത്തത് കൊണ്ട് പൗലോസ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ മരണം കള്ളനെ പോലെ വരും, ഒരു നാൾ അതുകൊണ്ട് നമ്മെ പിടികൂടും എന്നുള്ള അവസ്ഥയിൽ ഏത് സമയത്തും കടന്നു വരാവുന്ന മരണമെന്ന യാഥാർത്ഥ്യത്തിന് സദാ ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് ഓരോ മൃതസംസ്കാര ശുശ്രൂഷയും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും കോരച്ചേട്ടൻ ഈ ദിവസങ്ങളിൽ മരിക്കുമെന്ന് അദ്ദേഹത്തെ കണ്ടറിവുള്ള ആർക്കും പറയാൻ സാധിക്കില്ല. ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ഞാൻ ഈ ഭവനത്തിൽ വരികയുണ്ടായി. പൂർണ്ണാരോഗ്യവാനായി എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് പിറ്റേ ദിവസം കുർബാന കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. കുർബാന കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു വന്നപ്പോൾ ഒപ്രേഷമ കൊടുക്കണമോ എന്ന് ഞാൻ ചോദിക്കും. പറഞ്ഞു യാതൊരു ആവശ്യവുമില്ല, കുർബാന കൊണ്ടുപോയി കൊടുത്തു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ പറഞ്ഞു ഒപ്രേഷമ കൂടി കൊടുക്കണം. ഒപ്രേഷമ കൊടുക്കാൻ വന്നപ്പോൾ ഏതാണ്ട് ശ്വാസതടസ്സമൊക്കെ നേരിട്ട് കഫമൊക്കെ കിട്ടി വളരെ വിഷമിച്ച് കിടക്കുന്ന കോരച്ചേട്ടനെയാണ് കാണാനിടയായത്. 3 ദിവസം കൊണ്ട് അദ്ദേഹത്തിനുണ്ടായ മാറ്റം നമുക്കാർക്കും വർണ്ണിക്കാവുന്നതിനും അപ്പുറത്താണ്. പിറ്റേ ദിവസം ഒരു ഞെട്ടലോടെ ഞാൻ അറിഞ്ഞു അദ്ദേഹം രാവിലെ 6:15 മരിച്ചു എന്നുള്ള വിവരം.
മാനുഷികമായ ദൃഷ്ടിയിൽ നോക്കിയാൽ ഒരിക്കൽ പോലും വിശ്വസിക്കാൻ സാധിക്കാത്ത പൂർണ്ണ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ പെട്ടെന്ന് ഓർമ്മയായി തീരുക എന്ന് പറയുന്നത് മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ദൈവത്തിന്റെ അനന്തമായ പദ്ധതി ഓരോരുത്തർക്കും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആയുസ്സിന് ശേഷം അവൻ തന്റെ സൗഭാഗ്യത്തിനായി സമ്മാനത്തിനായി പോകേണ്ടതുണ്ട്. ഈ ലോകമാകുന്ന വാടക വീട് ഉപേക്ഷിച്ച് നിത്യവസതിയെ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ് നമ്മുടേത് എന്നുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ അല്പവും കൂടി ക്രമീകരിക്കുവാനും അടിത്തറയുള്ളതാക്കുവാനും ദൈവഭയമുള്ളതാക്കുവാനും നമ്മെ പ്രേരിപ്പിക്കുകയാണ്. തീർച്ചയായും ഓരച്ചേട്ടൻ ഭാഗ്യവാനാണ്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആർക്കും ഒരു ഭാരമായി തീരാതെ നല്ല ഓർമ്മയോടും അറിവോടും കൂടി ഉദാശകളെല്ലാം സ്വീകരിച്ച് സന്തോഷത്തോടുകൂടി ഇതാ എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് പോകുവാൻ ഭാഗ്യം ലഭിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റെന്ത് ഭാഗ്യമാണ് നമുക്ക് ലഭിക്കാനുള്ളത്? തീർച്ചയായും അദ്ദേഹം ഭാഗ്യവാനാണ്. കാരണം അദ്ദേഹത്തിന്റെ കടമകളെല്ലാം യഥാസമയം പൂർത്തിയാക്കി മക്കളെയെല്ലാം നല്ല നിലയിലെത്തിച്ച് ജീവിതാന്തസ്സുകളിൽ പ്രവേശിപ്പിച്ച് മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണുവാൻ ഭാഗ്യം ലഭിച്ച അദ്ദേഹം തീർച്ചയായും ഭാഗ്യവാൻ തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ ഭാഗ്യത്തിന്റെ അടിത്തറ എന്താണ് എന്ന് ആത്മശോധന ചെയ്താൽ, ചിന്തിച്ചാൽ അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് അദ്ദേഹത്തെ ഭാഗ്യവാനാക്കിയത് എന്ന് പറയുവാൻ കഴിയും. ഏതാണ്ട് 10-12 വർഷം മുമ്പ് തന്റെ ഭാര്യ മരിച്ച് താനൊരു വിഭാര്യനാകുമ്പോഴും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ഒരു മകൻ മരിച്ച് അതിന്റെ ദുഃഖത്താൽ അദ്ദേഹം ഉലയുമ്പോഴും അദ്ദേഹം പിടിച്ചു നിന്നത് ഈശ്വര വിശ്വാസം കൊണ്ടാണ്. അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർക്കറിയാം, തന്റെ വിശ്വാസം വാക്കിലൂടെ മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരാളല്ല, തന്റെ പ്രവൃത്തിയിലൂടെ പ്രകടമാക്കിയിരുന്ന വ്യക്തിയാണ് കോരച്ചേട്ടൻ. ഈ അടുത്ത പ്രദേശത്തുള്ള മിക്കവാറും എല്ലാ ജീവകാരുണ്യ കേന്ദ്രങ്ങളിലും അനാഥാലയങ്ങളിലും രഹസ്യമായി അദ്ദേഹം പണമെത്തിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തുകൊണ്ട് തന്റെ വിശ്വാസം ക്രൈസ്തവ വിശ്വാസം പങ്കുവയ്ക്കലിന്റെ ഒരു ജീവിതമാണെന്ന് അദ്ദേഹം തെളിയിക്കുകയുണ്ടായി. വളരെ കൃത്യമായി തനിക്ക് പള്ളിയിലേക്ക് വരാൻ ശാരീരികാരോഗ്യം സമ്മതിക്കാത്തപ്പോഴും ഫോണിലൂടെ കൃത്യം ഡേറ്റ് വിളിച്ചു പറഞ്ഞ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി മകന് വേണ്ടി കുർബാന അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്ന നല്ലൊരു കുടുംബനാഥൻ. കുടുംബത്തിന് അല്ലെങ്കിൽ കുടുംബ ജീവിതക്കാർക്ക് മാതൃകയായിട്ടുള്ള വിശ്വാസ ജീവിതത്തിന്റെ ഉടമയായിട്ടുള്ള ഒരു വ്യക്തി. തീർച്ചയായും അദ്ദേഹം ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗ സൗഭാഗ്യത്തിന് അവകാശിയാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം, വിശ്വസിക്കാം. കാരണം സാധാരണ ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസവും ദൈവഭയവും ദൈവഭക്തിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ദേവാലയത്തോടും വൈദികരോടുമുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലും ആദരവിലും നിന്ന് നമുക്ക് മനസ്സിലാകും അദ്ദേഹം ദൈവഭയത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി. ജീവിതത്തെക്കുറിച്ച് യാതൊരു വക ഉത്കണ്ഠകളുമില്ലാതെ ഞാൻ പലപ്പോഴും മനസ്സറിയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരുന്ന ഈ സ്ഥലമൊക്കെ പള്ളിക്ക് എഴുതി തന്നേര്, എന്നിട്ട് എന്റെ മുടി വന്ന് താമസിച്ചു എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറയും, എന്തിനാച്ചാൽ നമ്മളതൊന്നും കൊണ്ടുപോകുന്നല്ലോ, ആര് വേണമെങ്കിലും എടുത്തു. അദ്ദേഹത്തിന് തന്റെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ലൗകിക വസ്തുക്കളോട്, ഈ ലോകത്തുള്ള വസ്തുവകകളോടൊക്കെ അദ്ദേഹം ഒരു നിയന്ത്രിതമായ അകലം പാലിച്ചിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അത്. തന്റെ ജീവിതത്തിന്റെ അന്ത്യനാളുകളായി എന്ന് ഏതാണ്ട് അദ്ദേഹത്തിനൊരു ബോധ്യമുണ്ടായിരുന്നത് പോലെ തോന്നി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നുമല്ല. ഏതായാലും ദൈവവുമായി കൂടുതൽ ബന്ധത്തിൽ കഴിയുന്നവർക്ക് തന്റെ മരണത്തെക്കുറിച്ച് മുന്നറിയിപ്പുണ്ടാകുമെന്നാണ് പറയുന്നത്. ദൈവവുമായി കൂടുതൽ അടുത്തിരുന്നു. ഈ വീട്ടിൽ എത്രയോ പ്രാവശ്യം പ്രാർത്ഥനാ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം താല്പര്യമെടുത്ത് പ്രാർത്ഥനാ കൂട്ടായ്മ തന്റെ വീട്ടിൽ നടത്തുകയും അനേകരെ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ദൈവവുമായിട്ട് അടുത്ത് ബന്ധം പുലർത്തുന്നവർക്ക് മരണം ഭയത്തിന്റെ അല്ല, മരണം ആനന്ദത്തിന്റെ അനുഭവമാണ്. നമ്മിൽ പലർക്കും ഇന്ന് മരണത്തെ ഭയമാണ്. കാരണം ഞാൻ ചുരുക്കൂട്ടി വെച്ചിരിക്കുന്ന ഈ സ്വത്തുവകളെല്ലാം കൈമോശം വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ, മരിച്ചു
ഉപേക്ഷിച്ച് ഈ ലോകം വിട്ടു പോകുവാൻ, ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ മരണത്തെ ഭയപ്പെടുന്നവരാണ് ഭൂരിഭാഗവും. എന്നാൽ മരണത്തെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുക, അതിന് പ്രത്യേകമായുള്ള പ്രത്യാശ നമുക്ക് ആവശ്യമുണ്ട്. ഈ ലോക ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്ന ചിന്ത. സ്വർഗവും നരകവും ഒക്കെ ഈ ഭൂമിയിലാണെന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. സ്വർഗം എന്ന് പറയുന്ന ദൈവത്തിന്റെ സിംഹാസനം, സ്വർഗാതിസ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദൈവത്തിന്റെ വാസസ്ഥലം, അവിടെ നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കി നമ്മെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വരുന്നൊരു കർത്താവുണ്ട് എന്നുള്ള പ്രത്യാശ. നമുക്ക് മുമ്പേ മരിച്ച് ഉത്ഥാനം ചെയ്ത യേശുവിന്റെ ഉത്ഥാനം നമ്മുടെ വിശ്വാസത്തിന്റെ അച്ചാരമാണ്. പുനർജീവിതത്തിന്റെ അല്ലെങ്കിൽ വരുംകാല സ്വർഗീയ ജീവിതത്തിന്റെ മുന്നാസ്വാദനമാണ് യേശുവിന്റെ ഉത്ഥാനം എന്ന് പറയുന്നത്. മരിച്ച് നമുക്ക് മുമ്പേ ഉദ്ധതനായി സ്വർഗപിതാവിന്റെ വലതുഭാഗത്ത് ഉപനിഷ്ഠരായിരിക്കുന്ന യേശു നമുക്കുണ്ടെന്നും സമയത്തിന്റെ പൂർണ്ണതയിൽ കാലത്തിന്റെ തികവിൽ അവിടെ നമ്മെ വന്ന് കൂട്ടിക്കൊണ്ടു പോകുമെന്നൊക്കെയുള്ള പൂർണ്ണമായ ബോധ്യവും വിശ്വാസവും ജീവിതത്തെ കുറച്ചുകൂടി ലളിതവും സുന്ദരവുമാക്കി തീർക്കും. ഏതായാലും ഈ വിശ്വാസ ജീവിതം അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറച്ചുകൂടി എളുപ്പമുള്ളതാക്കി തീർത്തു, സുന്ദരമാക്കി തീർത്തു, പ്രത്യാശപൂരിതമാക്കി തീർത്തു. മാനുഷികമായ ബലഹീനതകൾ തീർച്ചയായും അദ്ദേഹത്തിനുണ്ടാകും. നമുക്കെല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളുമുണ്ട്. കാരുണ്യവാനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ ഈ വിശ്വാസ തികവിലും മാതൃകാപരമായ കുടുംബജീവിതത്തിന്റെ ഇടയിലും മാനുഷികമായ ബലഹീനതകളാൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളോ പോരായ്മകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ സാദരം ക്ഷമിക്കണമേ എന്ന് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. മക്കൾക്ക് എന്നും ആശ്വസിക്കാം. നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുവാൻ സ്വർഗത്തിൽ ഒരാൾ കൂടി നമുക്ക് ഉണ്ടായിരിക്കുന്നു. തീർച്ചയായും മക്കളെക്കുറിച്ച് ധാരാളം സ്വപ്നങ്ങളുണ്ട് മാതാപിതാക്കന്മാർ. മക്കൾ സ്നേഹത്തിൽ വളരണം, ഐക്യത്തിൽ ജീവിക്കണം, അവർ ഐശ്വര്യപ്പെടണമെന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ഒരു കുടുംബനാഥന്റെ ആഗ്രഹം. ഈ ആഗ്രഹം സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് അവിടുന്ന് ദൈവപിതാവിനോട് മാധ്യസ്ഥം വഹിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. നമുക്ക് അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹത്തോടും പ്രാർത്ഥിക്കാം, ഞങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കണമേ എന്ന്. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ ഒരിക്കൽ കൂടി അനുശോചനം അറിയിച്ചുകൊണ്ടും ഇടവകയുടെ സ്നേഹവും ബന്ധവും ഉറപ്പിച്ചുകൊണ്ടും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാഹുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണകളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മരണം വരുമൊരു
ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ ആരംഭിക്കുകയാണ്. എല്ലാവരും വാഹനങ്ങളിലാണ് പോകുന്നത്. പള്ളിയിലേക്ക് പോകുന്ന എല്ലാവരും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പിതാവാകുന്നേ, നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ എല്ലാവരും കഴിയുന്ന നേരത്തെ വഴിയിലേക്ക് കയറി വണ്ടിയിൽ കയറണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു.
ഇല്ലടാ